ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എള്ളുണ്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിന് എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ള രീതി തന്നെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഉരലും ഉലക്കൊന്നും ഉപയോഗിക്കുന്നൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു രീതി അതാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എള്ളുണ്ടെങ്കിൽ ഫുൾ എള്ളായിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾ എള്ളൊക്കെ പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താലും ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്നങ്ങ് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനാദ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു അരയുണ്ട ശർക്കരയാണ്, അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉണ്ട ശർക്കരേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് ആവശ്യം വരില്ല, പക്ഷേ എന്നാലും നമ്മൾ അത്രയൊന്നും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉരുക്കാനായിട്ട് നടക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉരുക്കി വെക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് സിറപ്പായിട്ട് എടുക്കുമൊന്നും, അതായത് എന്താണ് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി അങ്ങനെയൊന്നും ആക്കണ്ട. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. വെള്ളം പോലെ ഇരുന്നാൽ മാത്രം മതി. അല്ലാതെ ഓവറായിട്ട് അതിനെ കട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കുക. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. മെൽറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറണം. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 240 ml ഒരു കപ്പ് എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഉപയോഗിക്കാം. നമുക്ക് വൈറ്റ് എള്ളുണ്ടി ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാഴ്ത്തി വെച്ചിട്ട്, എന്നാലും വെള്ളം ഉണ്ട് അതിനകത്ത്, ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. എള്ളിൽ കുറേ അഴുക്കൊക്കെ കാണും. അപ്പോൾ നമ്മൾ എന്തായാലും കഴുകണം. കഴുകിയിട്ട് അതിനകത്ത് അങ്ങോട്ട് ഇട്ട് ആ നനവോട് കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടിക്കോളും. അപ്പം ഞാനത് വന്നിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നനവ് മാറുന്ന വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ ഒരു ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ആവട്ടെ, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആ നനവ് അങ്ങ് മാറി കിട്ടും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ഇതാക്കിയെടുക്കുക. അതായത് എന്താണ് അതൊന്ന് പൊട്ടി വരും. ഈ മലര് പൊട്ടുന്നത് പോലെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ അത് അങ്ങനെയൊന്ന് ആക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഡ്രൈ ആവുന്നത് വരെ ഒരു മീഡിയം ടു ഹൈയിലിടാം. അതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് ശരിയാക്കി എടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്കറിയാം എള്ളിന് അല്ലെങ്കിലേ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ കരിവും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് പറ്റാണ്ട് വരും. അപ്പോൾ ഇതുണ്ട്, ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മീഡിയം ടു ലോയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. നന്നായിട്ട് പൊട്ടി വരും. അപ്പോൾ ഇങ്ങനെ, അതായത് ഓരോന്നിങ്ങനെ പൊട്ടി തെറിക്കും. ആ ഒരു സമയമാണ് നമ്മുടെ ഇത് കറക്റ്റായി നമ്മൾ പറയുന്നത്. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് ആക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഞാൻ PCOD ഉള്ളവർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. നമുക്ക് PCOD കൊണ്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറിക്കിട്ടും. PCODയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു പ്രശ്നം ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് എള്ള്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കണം. അതുവരെ ഇതൊന്ന് വേറൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ അത്രയ്ക്ക് വറുക്കൊന്നും വേണ്ട. ജസ്റ്റ് അതിനകത്തുള്ള വെള്ളമയം ഒന്ന് മാറിപ്പോകാൻ വേണ്ടി മാത്രം ഒന്ന് ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. കൂടുതൽ തേങ്ങ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഒരു 1/4 മുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ഈ ഒരു അളവിന് ചേർക്കാം. ഞാനൊരു 1/4 മുറി മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്തുള്ള എക്സ്ട്രാ ഉള്ള ആ വെള്ളമില്ല, ആ ഒരു വാട്ടർ കണ്ടൻറ്റ് മാത്രം ഒന്ന് വലിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കാനുള്ള എള്ളുണ്ടിയാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ ഇങ്ങനെ ഡയറക്റ്റ് ഇടുമ്പോൾ കേടായി പോകും. ഇല്ല, അന്ന് തന്നെ തീർക്കാനാണെങ്കിൽ ഡയറക്റ്റ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വറുത്തിടുവാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വറുത്തിടാനായിട്ട് പറയുന്നത്. ഓവറായിട്ട് വറുത്ത് അതിൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിലുള്ള വാട്ടർ കണ്ടൻറ്റ് മാത്രം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റത്തേക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒത്തിരി പാടുള്ള പണിയൊന്നുമല്ല എള്ളുണ്ട ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ മെൽറ്റ് ചെയ്തിടാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയത്. അതായത് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ എളുപ്പം അതായിട്ടാണ് ഫീൽ ചെയ്തത്.
ഞാനപ്പം ഈ ഒരു ശർക്കര മെൽറ്റ് ചെയ്ത് മീൻസ് ചിരകിയിടുന്ന ഒരു വേർഷൻ വേറെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് എള്ളുണ്ടയല്ല, എള്ള് മാത്രമല്ല, അതിനകത്ത് ഒത്തിരി സംഭവങ്ങൾ ചേർത്തിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ തേങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും എള്ളൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. സാധാരണ മുഴുവൻ എള്ളായിട്ടാണ് നമുക്ക് കടയിലൊക്കെ എള്ളുണ്ട മേടിക്കാൻ കിട്ടുന്നത്. പക്ഷേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് പൊടിച്ചിട്ട് തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് എള്ള് നന്നായിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ശരിക്കും ഫൈനായിട്ട് പൊടിക്കണം. മിക്സഡ് ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ പൊടിച്ചെടുക്കുക. അതാണ്. അപ്പോൾ നമ്മുടെ എള്ള് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ എള്ള് പൊടിക്കുമ്പോൾ നമ്മുടെ ഒരു നമുക്ക് കിട്ടും, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളിനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ ഓവറായിട്ട് അങ്ങ് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട. ആ ഒരു തേങ്ങയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്രയ്ക്കും ഹെൽത്തിയാണ്. നമ്മുടെ മുടിയൊക്കെ വളരാനായിട്ട് വളരെ നല്ലതാണ്. എള്ളിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴിയാണ്. കാര്യം വേറൊരു രീതിയിലൊക്കെ എള്ള് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ കുറച്ച് ഓവറായിട്ട് മധുരം ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, PCOD ഉള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിക്കണം. എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു 1, 2, 3 എണ്ണമൊക്കെ കഴിച്ചാലും ഒന്നും പറ്റില്ല, നമുക്ക് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ ഞാൻ ആ ഒരു എള്ളിൻ്റെയൊക്കെ ആ ഒരു കട്ടയൊന്ന് ഉടച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. മധുരം നമ്മൾ ടേസ്റ്റ് ചെയ്യുക. എത്ര മധുരം വേണോ അത്രയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം ഇതിനകത്തേക്ക്. ഞാനിപ്പോൾ എനിക്ക് ഓവറായിട്ടൊരു മധുരം വേണ്ട, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഓവറായിട്ട് മധുരം ചേർക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് മധുരമാണ് ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച പാനിയുടെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ടേസ്റ്റ് പെർഫെക്റ്റ് ആണ്. എനിക്ക് പാകത്തിനുള്ള മധുരം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാനായിട്ട് കിട്ടണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴയ്ക്കാനായിട്ട് പറ്റണം. ആ ഒരു സമയത്ത് നമുക്ക് തന്നിട്ട് മധുരം ടെസ്റ്റ് ചെയ്യുക. മധുരം ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാകത്തിനുള്ള മധുരം ആവുന്നതുവരെ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് ഇനി വെള്ളം പോലെ ആവുക എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാതെ കുറച്ച് ശർക്കര ചീകി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കത് എന്ത് പ്രശ്നം വന്നാലും ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ എക്സ്ട്രാ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പാകത്തിനുള്ള മധുരമായിരുന്നു. എനിക്ക് ഓവറായിട്ട് മധുരം ഇഷ്ടമല്ല. കാര്യം ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. എനിക്ക് PCOD ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ എള്ള് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. നല്ലതാണ് എള്ള് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പാകത്തിനുള്ള മധുരമായി കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ഒത്തിരി വലിയ ബോൾസ് ഒന്നും ആക്കുന്നില്ല, ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉണ്ടയിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ ഇത്രയും ഒരു വലുപ്പത്തിനുള്ള എള്ളുണ്ടകളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം ഇത്രയും എളുപ്പമാണ്. നമുക്ക് ആകെ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഒരു അരി കൊണ്ടൊരു എള്ള് കൊണ്ടൊരു അരി ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെലിവറി എല്ലാം കഴിഞ്ഞ് കിടക്കുന്നവർക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സ്പെഷ്യലായിട്ടുള്ളൊരു എള്ളുണ്ടിയാണത്. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കുട്ടികൾക്കൊക്കെ കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാവാനായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് അത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ കാർഡ്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളത് പോയി കാണുക. കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എല്ലാം പോയി കാണുക. ഇനി വരുന്ന വീഡിയോസും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.